ഹലോ, എല്ലാവർക്കും വലിയ നമസ്കാരം. ദിസ് ജസ്റ്റ് ലൂയിസ് ഫ്രം ഡബ്ലിൻ മല്ലു വേൾഡ്. സോ ഞാനിന്നിപ്പോൾ തൊടുപുഴയാട്ടോ ഉള്ളത്. നമ്മുടെ എന്താ പറയുക, കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇന്ന് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഒരു മീറ്റപ്പ് എന്ന് ചെറുതായിട്ട് പറയാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഞങ്ങളോട് തൊടുപുഴ മീറ്റ് ചെയ്തിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അപ്പം ഒരുപാട് സന്തോഷമാണ്. ആക്ച്വലി നമ്മൾ 5th മുതൽ +2 വരെ ഒന്നിച്ച് പഠിച്ച കുറച്ച് പേരാണ് ഒന്നിച്ച് കൂടാനായിട്ട് പോകുന്നത്. അപ്പം പല പേരും പല സ്ഥലങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാമെന്ന് വിചാരിച്ച് വന്നേക്കണമല്ലോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഡബ്ലിൻ മല്ലു വേൾഡ് യൂട്യൂബ് ചാനൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പോയി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കുഞ്ഞു മീറ്റപ്പ് നടക്കുന്നത് നമ്മുടെ തൊടുപുഴയിലാണ് കേട്ടോ. അപ്പോൾ തൊടുപുഴയിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് നമ്മളെല്ലാം നേരത്തെ വന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം എന്നെ ഡ്രോപ്പ് ചെയ്തു വീട്ടിൽ നിന്ന്. ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ എല്ലാ മര്യാദകളും വന്നിട്ടുണ്ട് കേട്ടോ. തൊടുപുഴ വന്നിട്ടുണ്ട്. തൊടുപുഴ വന്ന് ഞങ്ങൾ എല്ലാം കണ്ടുമുട്ടിയിട്ടുണ്ട്. കണ്ടുമുട്ടി ഒരു നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ തുടക്കമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പം ബാക്കിയുള്ള വ്ളോഗ്സിൽ കാണിക്കാൻ കേട്ടോ. തൊടുപുഴ എത്തിയിട്ട് നമ്മൾ വിനായകയിലേക്ക് പോകണം കേട്ടോ. നമ്മുടെ താരം നിൽക്കണ വീട് വിനായകയിലാണ്. അപ്പോൾ താരത്തെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരോട് കൂടിയിട്ട് വിനായകയിലേക്ക് പോവുകയാണ്. അപ്പോൾ വിനായകയിലാണ് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ നടക്കണം കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കാണിക്കാവേ. അപ്പോൾ നമ്മൾ തൊടുപുഴ സ്റ്റാൻഡിൻ്റെ അടുത്ത് മീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടെ ഉള്ള ഒരു ഹോട്ടലിലേക്ക് വേണ്ടി പോകണം കേട്ടോ. ഒരു വെജിറ്റേറിയൻ ആക്ച്വലി ഹോട്ടലിലേക്ക് പോകണം. അപ്പം നമ്മുടെ ഒരു സുഹൃത്തു കൂടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് എന്നാലും വണ്ടിയോ കാര്യങ്ങളോ എടുത്തില്ല. കാരണം നമ്മൾ ഫുള്ള് കറക്കമായതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്തില്ല. മൊത്തത്തിൽ ഓട്ടോറിക്ഷയിലും ബസ്സിലൊക്കെ കയറി പോകാനുള്ള ഇതായിട്ട് പോകണം. അങ്ങനെ നമ്മൾ തൊടുപുഴയുടെ ഹൃദയഭാഗത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിലേക്ക്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലിലെത്തി. കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട്. അപ്പം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കൂടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എത്തി. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ആക്ച്വലി. സോ കുറച്ച് സമയം എടുക്കും എല്ലാം റെഡിയായി വരാനായിട്ട്. ഇതൊരു ബെസ്റ്റ് ഹോട്ടലാണ് കേട്ടോ തൊടുപുഴത്തെ. പ്രത്യേകിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കസേരയൊക്കെ പിടിച്ച് ഇങ്ങനെ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഹലോ, അപ്പോൾ ഞങ്ങളിവിടെ കൽപ്പകയിൽ വന്നു കേട്ടോ. കൽപ്പകയിൽ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇത് കൽപ്പകയല്ലേ? വിനായകയിൽ വന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നമ്മളെ ജൂലിയാണ് മാസ്റ്റർ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ജൂലിയുടെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് ഞങ്ങളിനി പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലത്തെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് പോയിട്ട് നമ്മുടെ മുനിസിപ്പൽ പാർക്കിൽ പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒരുപാട് കറങ്ങിയിട്ടുള്ള പാർക്കാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാർക്കും. അതുപോലെ തന്നെ മടുത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചൊരു വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആവുന്ന ഒരിടമാണ് കേട്ടോ നമ്മുടെ തൊടുപുഴത്തെ പാർക്ക്. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരിടമാണ്. നമ്മൾ +2ലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റഡീസൊക്കെ നടത്തുന്ന സമയത്ത് ഈ ഒരു പാർക്ക് ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയ കാര്യമാണ്. ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ് നമുക്ക് കൊണ്ടുവരുന്ന ഒരു പാർക്കാണ് കേട്ടോ. സോ ഓഫ് കോഴ്സ് ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇടം തന്നെയാണ്. തൊടുപുഴ ആറിനോടൊപ്പം അടുത്ത് തന്നെ നിൽക്കുന്ന ഈ ഒരു പാർക്ക് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരിടം തന്നെയാണ്. സോ ആ ഒരു പാർക്കിൽ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയതാണ്. പിന്നെ അപ്പോഴത്തെ വെയിലും കാര്യങ്ങളും അറിയാമല്ലോ. അപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്ര വെയിലില്ല, ബട്ട് എങ്കിൽ കൂടിയും ഹ്യൂമിഡിറ്റി വാസ് വെരി ഹൈ. സോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പാർക്കിൽ കുറച്ചൊന്ന് വിശ്രമിച്ച് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനോട് കൂടിയിട്ടാണ് അവിടെ വന്നത്. നമുക്കറിയാലോ ഇപ്പോഴത്തെ ഒരു ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹ്യൂമിഡിറ്റി വെരി ഹൈ ആണ്. ബട്ട് ഈ ഒരു പാർക്കിൽ കുറേയധികം ട്രീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ചൂടങ്ങ് നമ്മൾ അറിയുന്നില്ല. അപ്പം കുറേ നേരം ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി, അതുപോലെ തന്നെ എന്താ പറയുക കിടിയ ഐറ്റംസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ശരിക്കും നമ്മുടെ പാർക്കിലൊക്കെ ഊഞ്ഞാൽ കാണുമ്പോൾ എപ്പോഴും വീക്ക്നെസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇത്. ഇതൊക്കെ ആടുക എന്നുള്ളത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി അറമാദിച്ച് ഇവിടെ പ്രയോഗിക്കാൻ പറ്റത്തില്ല. സോ മനസ്സ് നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. കാരണം നമ്മൾ ഇത്രയും പ്രായമൊക്കെ ആയെങ്കിലും ഒരു കിഡീഷായിട്ട് നമ്മളെല്ലാം എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കാനായിട്ട് പറ്റി. സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല.
ടൈം കുറേ കില്ല് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടുത്തെ മാക്സിമം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ചൂടിൻ്റെ ഒരു കാഠിന്യം കൊണ്ട് നമ്മൾ തൊട്ടടുത്ത് അതിന് തൊട്ട് ഓപ്പോസിറ്റ് ഒരു പാർലറുണ്ട്, ഐസ്ക്രീം പാർലറും ഒക്കെ ആയിട്ടുള്ളൊരു ഇടം, ഒരു കൈൻഡ് ഓഫ് കഫേ. സോ അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു ഫല്ലൂടയും അതുപോലെ കുറച്ച് ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് ഒന്ന് കൂൾ ഡൗൺ ചെയ്തതിന് ശേഷം വീണ്ടും പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അവിടെ എന്താ പറയുക, കുറേ മീനൊക്കെ കാണാനുണ്ടാവും. അങ്ങനെ കുറേ കുഞ്ഞു ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നമ്മൾ എന്താ പറയുക, വലിയവരാണെങ്കിലും നമ്മളുടെ രീതിയിൽ കുറച്ച് എൻജോയ്മെൻ്റൊക്കെ നടത്തി അവിടെ. അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഒരു പാർക്കിലൊക്കെ വന്നിട്ടിരിക്കുന്നത് ഒരുപാട് വർഷങ്ങളായി. നമ്മളങ്ങനെ യാദൃശ്ചികമായിട്ട് വന്നു പോകുമ്പോഴൊന്നും എളുപ്പമേത് കയറാറില്ല. പ്രത്യേകിച്ച് പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോകും, ഇല്ലെങ്കിൽ പോകാറില്ല. അങ്ങനെ പാർക്കിൽ കുറേ സമയം ചിലവഴിച്ച് ഞങ്ങൾ പതുക്കെ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി ലഞ്ചിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ അടുത്തുള്ള ഹൈ റേഞ്ച് ഹോട്ടലിലേക്ക് പോയി. അവിടെയാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ബിരിയാണിയും അതുപോലെ ചോറും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലഞ്ചായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും കൂടി ചിലവഴിച്ച് അടിപൊളി ഒരു ദിവസമാക്കി തന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഈ 6 മിനിറ്റുള്ളൊരു കുഞ്ഞു വ്ളോഗ് നിങ്ങളെല്ലാവരും വാച്ച് ചെയ്തു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് കേട്ടോ. നിങ്ങൾ വാച്ച് ചെയ്തെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. താങ്ക്